നമസ്കാരം. ശക്തമായ മത്സരം നിലനിൽക്കുന്ന ഇന്ത്യയിലെ ഇ-കൊമേഴ്സ് രംഗത്ത് പുത്തൻ അംഗത്തിന് കളമൊരുങ്ങുകയാണ്. ബ്ലിങ്കിറ്റും സെപ്റ്റോയും സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടും സജീവമായ ക്വിക്ക് ഡെലിവറി രംഗത്തേക്ക് ആമസോണും രംഗപ്രവേശനം ചെയ്യുകയാണ്. അല്പം വൈകിയെങ്കിലും ഏറ്റവും മികച്ച സേവനം നൽകാൻ ലക്ഷ്യമിടുന്നതായി ആമസോൺ ഇന്ത്യ മാനേജർ സാമിർ കുമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ വളരുന്ന ക്വിക്ക് കൊമേഴ്സ് വിപണിയിലേക്ക് ആമസോണും ഇറങ്ങുകയാണ്. ആമസോൺ ഇന്ത്യയുടെ വാർഷിക പരിപാടിയിൽ കൺട്രി മാനേജർ സാമിർ കുമാറാണ് ഇക്കാര്യം അറിയിച്ചത്. ടെസ് എന്നായിരിക്കും ആമസോണിന്റെ ക്വിക്ക് ഡെലിവറി സംവിധാനത്തിന്റെ പേര് എന്നാണ് സ്ഥിരീകരിക്കാത്ത വിവരം. നിലവിൽ 15 മിനിറ്റിനുള്ളിൽ അവശ്യ സാധനങ്ങൾ ബ്ലിങ്കിറ്റും സെപ്റ്റോയും സ്വിഗ്ഗിയും എത്തിക്കുന്നുണ്ട്. ഈ കമ്പനികൾക്ക് മത്സരം നൽകാൻ ലക്ഷ്യമിട്ടാണ് ആമസോണിന്റെ പുതിയ നീക്കം. ക്വിക്ക് ഡെലിവറിയുടെ പരീക്ഷണം ഈ മാസം അവസാനം ആമസോൺ ബംഗളൂരുവിൽ ആരംഭിക്കും. വേഗത്തിൽ ഉപയോക്താക്കൾക്ക് ഡെലിവറി എത്തിക്കാൻ ചെറിയ വെയർഹൌസുകൾ, അതായത് ഡാർക്ക് സ്റ്റോർ ആമസോൺ ആരംഭിക്കും. എന്നാൽ എത്ര ഡാർക്ക് സ്റ്റോറുകൾ ആരംഭിക്കുമെന്നോ ബംഗളൂരുവിന് പുറമെ മറ്റേത് നഗരങ്ങളിലാണ് ഈ സേവനം ലഭ്യമാവുക എന്നോ ആമസോൺ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ക്വിക്ക് കൊമേഴ്സ് ഇന്ത്യയിൽ വലിയ ശ്രദ്ധ ആകർഷിച്ചു വരികയാണ്. വേഗത്തിൽ സാധനങ്ങൾ വേണമെന്ന ഉപഭോക്താക്കളുടെ താല്പര്യമാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിലെ ക്വിക്ക് ഡെലിവറി പ്ലാറ്റ്ഫോമുകളെ കുറിച്ച് ഓൺലൈൻ ഉപയോക്താക്കളുടെ 91% പേർക്ക് അറിവുണ്ട് എന്നാണ് മെറ്റയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. പലചരക്ക് സാധനങ്ങൾ, പേഴ്സണൽ കെയർ ഉൽപ്പന്നങ്ങൾ എന്നിവയാണ് ക്വിക്ക് ഡെലിവറി ആപ്പുകളിൽ നിന്ന് കൂടുതലായും ആളുകൾ വാങ്ങുന്നത്. ദിവസേനയുള്ള ഉപയോഗത്തിന് ആവശ്യമായ ഉൽപ്പന്നങ്ങളാണ് ക്വിക്ക് കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ ചിലവാകുന്നത്. US ആസ്ഥാനമായുള്ള കമ്പനി $6 ബില്യൺ വാർഷിക വരുമാനം ഉണ്ടാക്കുന്ന അതിവേഗം വളരുന്ന ഇന്ത്യയുടെ അതിവേഗ വാണിജ്യ മേഖലയിലേക്ക് പ്രവേശിക്കുന്ന 6ാമത്തെ പ്രധാന കളിക്കാരനാണ്. സൊമാറ്റോയുടെ ബ്ലിങ്കിറ്റ്, സ്വിഗ്ഗി, നെക്സസ് പിന്തുണയുള്ള സെപ്റ്റോ തുടങ്ങിയ മുൻനിര കളിക്കാർ ഏറ്റവും വലിയ ഓഹരികൾ കൈവശം വച്ചിരിക്കുന്നതിനാൽ വിപണി പ്രാഥമികമായി ഏകദേശം 24 നഗരങ്ങളിൽ സജീവമാണ്. ഇന്ത്യയുടെ ദ്രുത വാണിജ്യ വിപണി ഗണ്യമായ വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. 2030ഓടെ ഇത് $42 ബില്യൺ എത്തുമെന്നാണ് മോർഗൻ സ്റ്റാൻലിയുടെ പ്രവചനമെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ഇന്ത്യയിലെ ഫാഷൻ ഇ-കൊമേഴ്സ് മേഖലയിലെ പ്രമുഖ കളിക്കാരനായ മിന്ത്ര അടുത്തിടെ ബംഗളൂരുവിൽ ദ്രുത വാണിജ്യ സംരംഭത്തിനായി ഒരു പൈലറ്റ് പ്രോഗ്രാം അവതരിപ്പിച്ചിരുന്നു. MNow എന്ന് പേരിട്ടിരിക്കുന്ന പുതിയ സേവനം 30 മിനിറ്റിനുള്ളിൽ ഫാഷൻ, ലൈഫ് സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ എത്തിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഫാഷൻ, ബ്യൂട്ടി, ലൈഫ് സ്റ്റൈൽ തുടങ്ങിയ വിഭാഗങ്ങളിലായി 10,000 ശൈലികളുടെ കാറ്റലോഗുള്ള ഈ സേവനം ജനപ്രിയ ബ്രാൻഡുകളായ വെറോമോഡ, മാംഗോ, ടോമി ഹിൽഫിഗ, മാക്, ബോബി ബ്രൗൺ എന്നിവയിൽ നിന്നുള്ള ഓഫറുകൾ അവതരിപ്പിക്കപ്പെടുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. ഫ്ലിപ്കാർട്ടിന്റെ ഉടമസ്ഥതയിലുള്ള മിന്ത്ര ഓരോ മാസവും ഏകദേശം 70 ദശലക്ഷം ഉപയോക്താക്കൾക്ക് സേവനം നൽകുന്നുണ്ട്. അടുത്ത 3-4 മാസത്തിനുള്ളിൽ 1 ലക്ഷം സ്റ്റൈലുകളിലേക്ക് സേവനം വ്യാപിപ്പിക്കാനാണ് കമ്പനിയുടെ പദ്ധതി. തുടക്കത്തിൽ ബംഗളൂരുവിൽ ആരംഭിച്ച MNow വരും മാസങ്ങളിൽ ഡൽഹി, മുംബൈ, പൂനെ എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിൽ വ്യാപിപ്പിക്കും.